ഓ, എന്തൊരു കഷ്ടമാണ് നോക്കുവാണ്. ഒരു അഭിപ്രായം പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലെങ്കിലും കുഴപ്പം. വല്ല മാനസിക രോഗികളുടെ വല്ല വീട് കാണോ? സിദ്ധു, സിദ്ധു, ഇവിടെ இங்க இருக்கியா? இங்க இருக்கே. சித்து, தேங்க்ஸ். എന്തിന്? நீ கொஞ்சம் முன்னாடி என் கூட நின்னல, அதுக்கு. അതിന് നേരത്തെ ഒരു തവണ എനിക്ക് താങ്ക്സ് തന്നതായിരുന്നല്ലോ ആന്റി. ഒരു വാട്ടി சொன்னேன், ഒരു വാട്ടി കൂടെ சொல்லணும்னு എന്നോട് മനസ്സ് சொல்லிச்சு. ആയിക്കോട്ടെ. സിദ്ധു, കേശു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും സിദ്ധു എന്റെ കൂടെ നിന്നല്ലോ. എനിക്ക് ഭയങ്കര സന്തോഷമായി സിദ്ധു. താങ്ക്സ്. അമ്മായി നേരത്തെ എനിക്ക് ഒരു തവണ താങ്ക്സ് പറഞ്ഞല്ലായിരുന്നോ? അപ്പോഴും പറഞ്ഞേ, പക്ഷെ എനിക്കിത് മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ്. എനിക്കും മറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇവിടെ താങ്ക്സ് പറയാൻ വന്നതാണല്ലേ? ഇവിടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ കുറേ സമയം എടുക്കും എന്നുള്ള കാര്യം മനസ്സിലായി. സിദ്ധു, ഉനക്ക് ടീ കോഫി என்ன வேணாலும் என்கிட்ட சொல்லு. ഇപ്പൊ ഒന്നും വേണ്ട ആന്റി, വയറ് നല്ലോണം നിറഞ്ഞിരിക്കുക. என்ன சொன்னாலும் நான் கொண்டு தருவேன். ഞാൻ പറയാട്ടോ. ചായയും കാപ്പിയൊക്കെ കൊടുത്തേ സോപ്പിട്ട് നിർത്തിക്കോ. സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ആളല്ലേ. അമ്മ എന്തോന്ന് വർത്താനോ അമ്മ പറയണ? സിദ്ധു ന്യായത്തിന്റെ കൂടെ നിന്നിട്ടുള്ളൂ. സിദ്ധു ആണ് കറക്റ്റ്. ഓ, അപ്പൊ നമ്മുടെ ഭാഗത്ത് ന്യായം ഇല്ലാന്ന്. സ്വന്തം ഭാര്യയായ എന്നെ വരെ നൈസായിട്ട് ചവിട്ടി അങ്ങ് മാറ്റി. ഞാൻ ഇവിടുത്തെ കൊച്ചുകുട്ടിയാ, അതുകൊണ്ട് അളിയെ എന്റെ കൂടെ നിക്കത്തോളൂ. ഓ, അപ്പൊ നിങ്ങൾ അങ്ങ് ടീമായി. കൊള്ളാം. അപ്പൊ നിങ്ങള് ടീമല്ലേ? അത് ഞങ്ങള് ഇങ്ങോട്ട് വരണ വഴിക്ക് ഇവിടെ വന്ന് പെട്ടപ്പോ അങ്ങനെ ടീമായി പോയത്. ഞങ്ങൾ ഇങ്ങോട്ട് വരണ വഴിക്ക് പെട്ടപ്പോ ടീമായി പോയത്. நாங்களும் அப்படியே தான் டீம் ஆனோம். ஆனா எங்க டீம் வந்து நியாயம் இருக்கிற டீம், உங்க டீம் வந்து நியாயம் இல்லாத டீம். ഞങ്ങൾക്ക് ന്യായമില്ലെന്ന് ആര് പറഞ്ഞു? நம்ம சித்து சொன்னா. എന്നാ അതൊന്നും അറിയണല്ലോ. അളിയനോടെ പോയി. സിദ്ധു വിളിക്കണ്ട, അവൻ നൈസായിട്ട് ജനൽ വഴി മുങ്ങി. അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ. ഇന്ന് ന്യായോ അന്യായോ ആരുടെ ഭാഗത്താണെന്ന് കണ്ടുപിടിച്ചിട്ടേ വൈകാര്യം. ചേച്ചി വായിച്ചി അളിയാ. கௌரி, நம்ம போணுமா? നമ്മൾ ന്യായം ഉള്ള ടീം ഇവിടെ നിന്നാ മതി. ഇങ്ങോട്ട് വിളിക്കില്ലേ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാന്ന്. ഞാനൊരു വള്ളി പിടിച്ചിട്ടിരിക്കുക മൊത്തത്തില്. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ ശരി. എനിക്ക് തോന്നണതേ അവൻ ആ പാറമടയുടെ സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടാവും. ബാ, ചേച്ചി ആ സൈഡിലോട്ടാണ് പോയെങ്കിൽ ഇവിടെ നിൽക്കുമ്പോ തന്നെ നമുക്ക് അവിടെ കാണാം. കാരണം അത്രയും ദൂരം പോയി കാണില്ല. ഇങ്ങനാണെങ്കിൽ ഈ സൈഡിൽ വല്ലോ എവിടെങ്കിലും ഒളിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. നാളെ അളിയെ നമ്മളടുത്ത് ചെയ്ത് കഴിഞ്ഞല്ലേ, കളഞ്ഞല്ലേ. അങ്ങനെ ശരിയാവൂലല്ലോ. ഇല്ല, ശരിയാവൂല. സിദ്ധുവേ, എന്താ ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. കുഴിപ്പളത്ത് പോയി കഴിഞ്ഞാൽ കല്ലൂസിന്റെ കൂടെയെങ്കിലും ടൈം സ്പെൻഡ് ചെയ്യും.
ഇങ്ങനെ എവിടെ പോയി കിടക്കണേ? പോട്ടെ, എന്തായാലും പോയി കിട്ട് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരുമല്ലോ, അന്നേരം പൊക്കാം. അതെ പോക്ക. കൈ കിട്ടിട്ട് കാണിച്ചു കൊടുക്കാൻ ഞാൻ. Team Teddy, Jonathan. Chaka Teddy, Jonathan. Team Teddy, Jonathan. Chaka Teddy, Jonathan. അമ്മൂമ്മ കുറച്ച് വെള്ളം വല്ലതും കിട്ടുവാണെങ്കിൽ താ. ചേച്ചി, എന്നാലും ഞാൻ അങ്ങനെ എന്തുമാത്രം സ്നേഹിച്ചാണെന്നറിയും. നിന്റെ ഒന്നും സ്നേഹം എനിക്ക് വേണ്ടടാ. എന്നിട്ട് ആളെ ഈ ചെയ്തവന്നല്ല. ആ കിട്ടിപ്പോയി. അളിയൻ എവിടാ ഒളിച്ചിരിക്കണത് എനിക്ക് മനസ്സിലായി. എവിടെ? ഉഴുപ്പള്ളത്ത് പോയി ഒളിച്ചിരിക്കുകയായിരിക്കണം. എടാ പോടാ അവിടെ നിന്ന്. അത്രയും ചിന്തിക്കാനുള്ള ബോധമൊന്നും അവനില്ല. ചിലപ്പോ പോയെങ്കിലോ? അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവനിപ്പോ ബസ് സ്റ്റോപ്പ് വരെത്തുള്ള സമയമായിട്ടുള്ളൂ. വാ ബസ് സ്റ്റോപ്പ് ഇട്ട് പിടിക്കാം. വാ പൊക്കാം. ആ എന്താടാ? ഞാൻ അളിയനെ കണ്ടേ. സിദ്ധളിയാ എനിക്ക് വാ. മക്കള് പുറത്തേക്ക് വാ. എന്തൊരു മടി, വാ എണീക്ക് അങ്ങോട്ട് വരുവാ. വാ. കേശുവേ, ഇത് കണ്ടോ? ഓ അളിയൻ നൈസിൽ ബാഗും പാക്ക് ചെയ്ത് ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ? അയ്യോ അളിയ ഒളിച്ചതല്ല, പെട്ടെന്നൊരു തലവേദന. അപ്പൊ പിന്നെ അവിടെ ഇരിക്കാൻ ഓർത്തു. കെട്ടിലടിയില്ല. അല്ല കട്ടിലടിയല്ല, പെട്ടെന്ന് ഈ ബെഡ് ഒന്ന് ചുളുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അവിടെ ഇരുന്നതാ. മര്യാദക്ക് സത്യം പറഞ്ഞു. മനസമാധാനത്തിന് വേണ്ടിയിരുന്നതാ, പ്ലീസ്. ഓ, അപ്പൊ ഞാൻ തനിക്ക് മനസമാധാനം തരുന്നില്ലെന്നല്ലേ? ഞാൻ എന്ത് മനസമാധാനൊക്കെയാണോ തനിക്ക് ഉണ്ടാക്കിയത്? ലച്ചു, ഞാൻ നിന്നെ അല്ല ഉദ്ദേശിച്ചേ. ഓ അപ്പൊ ഞാൻ അളിയന് മനസ്സമാധാനം തരണില്ലല്ലോ അല്ലേ? പറയണേ, ഞാൻ അളിയന് എന്ത് മനസ്സമാധാനക്കേടാണ് ഉണ്ടാക്കിയത്? പറ. എന്റെ പൊന്നളി, എന്നെ ഒന്ന് വെറുതെ വിടറ പ്ലീസ്. അങ്ങനെ വെറുതെ വിടാൻ പറ്റൂല. ചേച്ചിയെ തൂക്കിയേച്ചി നടങ്ങോട്ട്. ലച്ചു, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. എങ്ങോട്ട് നടക്കാൻ? അതാ ഇല്ല. നടക്കാൻ. എടാ, അങ്ങോട്ട് ശരിയാക്കി തരാം ഞാൻ. അടാ അമ്മൂമ്മ, ആളെ കിട്ടി. കിട്ടിയാ? കിട്ടിയാ? പാവ സിദ്ധു ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് സിദ്ധുവിനെ ദ്രോഹിക്കണം. ഓ മാഡം, എന്റെ കെട്ടിയോനല്ലേ, ഞാൻ നോക്കിക്കോളാം. എന്റെ അളിയനല്ലേ, ഞാനും നോക്കിക്കോളാം. അളിയൻ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചോണ്ട് അളിയനെ ഞങ്ങളെ രക്ഷിക്കും. പാവ സിദ്ധു. എന്തോന്ന് പാവം? കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം അഭിപ്രായം പറയാന്, അല്ലാതെ തോന്നിയതുപോലെ അഭിപ്രായം പറയരുത്. സിദ്ധു ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഞങ്ങൾ മൂന്നുപേരും സിദ്ധുവിന്റെ കൂടെ തന്നെ ഉണ്ട്. സിദ്ധുവിന് ഐക്യദാർഢ്യം. ശ്ശോ, എല്ലാരും കൂടെ ഒന്ന് നിർത്തുവോ? മനുഷ്യന് കുറച്ച് സമാധാനം തരാൻ പറ്റുമോ? എല്ലാരും കണക്കാ. സിദ്ധു എന്ന് പറഞ്ഞ എല്ലാരും കണക്കാണ്. കൊള്ളാലോ അളിയാ. കേട്ടമ്മയെ എല്ലാരും കണക്കാണെന്ന്. കേട്ടടാ, കേട്ടാ കനകേച്ചി, എല്ലാരും കണക്കാന്ന്. கேட்டேன் கௌரி. கேட்டியா பாரு, நம்ம எல்லாரும் கணக்குன்னு. കേട്ടാണ്ടി കേട്ടു. അമ്മൂമ്മ കേട്ടാ? എല്ലാരും കണക്കാണെന്ന്. കേട്ടോ ലച്ചു? എല്ലാരും കണക്കാന്ന്. ഓ കേട്ടോടാ യേശു, എല്ലാരും കണക്കാന്ന്. ഞാൻ ആദ്യം കേട്ടിട്ട് ഇങ്ങോട്ട് പറഞ്ഞത് കഷ്ടമല്ലേ? നാലും എന്റെ സിദ്ധുവേ, നീ കുടുംബത്തിനെ മൊത്തത്തിൽ അങ്ങ് പറഞ്ഞു കളഞ്ഞല്ലോടാ. കൊള്ളാളിയാ, കൊള്ളാ. എന്നാലും അളിയാ ആറുസേ മാറി നിർത്തിക്കോ. കുറെ നേരമായി എല്ലാരും കൂടെ തുടങ്ങിയിട്ട് മനുഷ്യനൊരു സമാധാനം തരത്തുമില്ല. നമ്മളൊരു അഭിപ്രായം പറഞ്ഞാൽ കുഴപ്പം, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പം. ഇതെന്തോ ഇവിടെ? ഇനി ഈ വീട്ടിൽ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ യഥാർത്ഥ സ്വഭാവം എല്ലാരും അറിയും കേട്ടോ. പറഞ്ഞാൽ വേണ്ട. ലച്ചു പറഞ്ഞു കൊടുത്തേരെ എല്ലാരും. നാല് അളിയൻ